Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് കുറേ നോട്ട്സ് കണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, അങ്ങനെ നോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയതായിട്ട് വേറൊരു നോട്ടാണ് കാണാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അത് എളുപ്പത്തിൽ തന്നെ തയ്ക്കാൻ പറ്റിയ ഒരു നോട്ടാണ്. സിമ്പിളാണ്, നല്ല ഡിസൈനാണ്. തയ്ച്ചു വരുമ്പോൾ ഫ്രഞ്ച് നോട്ടിനേക്കാളൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കുകയല്ല, വിട്ടാണ് സ്പേസ് ആയിട്ടാണ് നോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമണ്ട് ഷേപ്പ്, പിന്നെ ഒരു നോട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് തയ്ക്കുന്നത് യൂഷ്വലി സ്ട്രെയിറ്റ് ലൈൻസ് തയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. കർവ്സ് തയ്ക്കാൻ യൂസ് ചെയ്യാറില്ല. അത് കർവ്സ് തയ്ച്ചു വന്നാൽ ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ നമ്മൾ സ്ക്വയർ നെക്ക് ആണെങ്കിൽ സ്ക്വയർ നെക്ക് തയ്ക്കാൻ, ചുരിദാറിൻ്റെ ആണെങ്കിലും ബ്ലൗസിൻ്റെ ആണെങ്കിലും ടേബിൾ മാറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ ടേബിൾ ക്ലോത്തിൻ്റെയൊക്കെ ബൗണ്ടറി തയ്ക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചുരിദാറിലൊക്കെ നമുക്കിപ്പോൾ കാണാം, ഇങ്ങനെ ഇവിടം വരെ സ്ട്രെയിറ്റ് ആയിട്ട് എന്തെങ്കിലും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടാകും. ബീഡ് വർക്ക് ആവാം, ഫ്രഞ്ച് നോട്ട് ആവാം, അങ്ങനെയൊക്കെ. അതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ചുരിദാറിൻ്റെ താഴെ അങ്ങനെ ഒരു ഡിസൈനിങ് വേണമെങ്കിൽ ഈ സ്റ്റിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരുന്ന ചുരിദാറാണിത്. അതിൻ്റെ നെക്കിൻ്റെ പോർഷനിലാണ് ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് 2 ലൈൻസ് വേണം. അപ്പോൾ ഇത് ഒരു ലൈൻ. ഇനി അതിന് എന്തോ വീതിയിലാണ് വർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇത് നമ്മൾ വരച്ചെടുക്കുക. അത് സ്കെയിലും കൊണ്ടോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഔട്ട്ലൈൻ നമുക്കൊരു വേഗമായിട്ട് കിട്ടാനായിട്ട് ചുമ്മാ പെൻസിലും കൊണ്ട് വരച്ചാലും മതി. പയ്യെ ഇതുവരെ വരച്ചെടുത്തേച്ചാൽ മതി. എന്തോരമാണ് വേണ്ടത്, വിഡ്ത്ത് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വിഡ്ത്ത് വരച്ച് വയ്ക്കുക. ഇവിടെ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. സ്ക്വയർ കഴുത്തിൽ തയ്ക്കാൻ ഇത് പറ്റത്തുള്ളൂ. അതല്ലാണ്ട് കേർവുള്ള ഇതിൽ കഴുത്തുകളിലൊന്നും ഇത് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ഫ്രെയിം ഇല്ലാണ്ട് തയ്ക്കാൻ പറ്റില്ല, ഫ്രെയിം ഇടണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രെയിം ഇടാൻ പോവുകയാണ്. ഇങ്ങനെ ഫ്രെയിം ഇടാം. ഓൾറെഡി സ്റ്റിച്ച്ഡ് ചുരിദാർ ആയതുകൊണ്ട് നമുക്ക് തയ്ക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഷോൾഡറിൻ്റെ ഈ പോർഷനിലൊക്കെ നല്ല ലൈനിങ് ഒക്കെ വന്ന് കട്ടി ഉണ്ടാകും. ആ കട്ടിയിൽ ഫ്രെയിം ഇടാനും ബുദ്ധിമുട്ടായിരിക്കും, തയ്ക്കാൻ നമ്മുടെ സൂചി കയറ്റാനും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ 6 സ്ട്രാൻഡ്സ് ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എന്തോരം ലെങ്ത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ താത്തുക. ഇനി അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുത്തിയെടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് നമ്മൾ നോട്ട് ഇടാൻ പോണത്. നോട്ട് ഇടുമ്പം ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ ഇങ്ങനെ വെക്കുക. ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ നീഡിലിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ എൻഡ് വലിച്ചു പിടിച്ചിട്ട് സൂചി പാസ് ചെയ്യണം. അപ്പോൾ ദേ ഇവിടെ ഒരു നോട്ട് വന്നു, ഇവിടെ ഒരു നോട്ട് വന്നു. അതുപോലെ തന്നെ താഴെ ഇനി ഇവിടെയാണ് നോട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ പാസ് ചെയ്യുന്നു. ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ത്രെഡ് നേരത്തെ ചുറ്റിയോരെ ചുറ്റിയെടുക്കുന്നു. കുറച്ച് ഇവിടെയാണ് നമുക്ക് നോട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് വലിച്ചെടുക്കുക. അപ്പോൾ അത് ഇവിടെ ഒരു നോട്ട് വന്നു, താഴെ ഒരു നോട്ട്, മേളിലൊരു നോട്ട്. ഇനി ഈ ആദ്യം നമ്മൾ കുത്തി പൊക്കിയ ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് നിന്ന് ഒരിത്തിരി വിട്ടിട്ട്, ഒത്തിരി ദൂരം വിടണ്ട, ഒരിത്തിരി മാറ്റി ഒന്ന് കുത്തുക. ഇനി നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഇനി നമ്മൾ കുത്തിപ്പൊക്കുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ്. ഒത്തിരി അകത്തി വേണമെങ്കിൽ ഒത്തിരി അകത്തി വയ്ക്കുക, അല്ലെങ്കിൽ അടുത്ത് വേണമെങ്കിൽ അടുത്ത്. ഞാനിപ്പോൾ ഇത് ഈ ഒരു അകൽച്ചയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുകയാണ് വീണ്ടും. ഇനി നമ്മൾ ഇവിടെ ഇപ്പോൾ 2 ത്രെഡില്ലേ, ഇങ്ങനെ 2 ത്രെഡ് ഉണ്ട്. അതിലത്തെ ഒരു ത്രെഡിൻ്റെ മാത്രം അടിയിൽ കൂടെ എടുക്കുക. വീണ്ടും ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തന്നെ ഈ ത്രെഡ് ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇങ്ങനെയായി. ഇനി നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോണത്, മേളിൽ കുത്തുവാണ്.
അപ്പോൾ ഇതും ഈ മേളിൽ കുത്തുന്നതും സെയിം പോയിന്റിൽ തന്നെ വരാൻ നോക്കുക. ഇങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇനി ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. തൊട്ടടുത്ത് വയ്ക്കുന്നു. ഈ ഒരു ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നീഡിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് നീഡിലെടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു നോട്ട് വരും. ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, താഴത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ എടുക്കുന്നു. എടുക്കുന്നില്ല, മുഴുവൻ എടുക്കുന്നില്ല, വെച്ചിട്ട് ഇങ്ങനെ ത്രെഡ് ചുറ്റി വയ്ക്കുന്നു. ഇങ്ങനെ വലിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ, ഇത്തിരി അകത്തിയല്ല, തൊട്ടടുത്ത് തന്നെ നമ്മൾ താത്തി വയ്ക്കും. ഇവിടെ എന്തോരം ഗ്യാപ്പാണ് വിട്ടതെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് തന്നെ ഇവിടെയും വിടുക. ഒരു ഏകദേശം സെയിം തന്നെ ഗ്യാപ്പ് ഫോളോ ചെയ്യുക. ഗ്യാപ്പിൽ നമ്മളിങ്ങനെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, എന്നിട്ട് ഇപ്പം നീഡിൻ്റെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നു. ഇത് കണ്ടോ, ഇപ്പം ഡയമണ്ട് ഷേപ്പ് വരുന്നത് കണ്ടോ? ഇങ്ങനെ ഡയമണ്ട് ഷേപ്പ് പോലെ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നോട്ടഡ് ഡയമണ്ട് സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. സ്റ്റിച്ചിൻ്റെ പേര്, ഇതിൻ്റെ ഡയമണ്ട് ഷേപ്പും നോട്ട്സും, അതാണ് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പേരും വരുന്നത്. ഇതിങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരും. ഇനി സെയിം പ്രോസസ്സ് തന്നെ ഇതിൻ്റെ മേലത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കുന്നു. തുണിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. അവിടെ ഒരു നോട്ട് വന്നു. ഇനി താഴത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കുന്നു. 6 strands ഇട്ട് തയ്ച്ചാലായിരിക്കും ഭംഗി ഉണ്ടാവുള്ളൂ, എന്നാൽ ആ നോട്ടൊക്കെ ശരിക്കും കാണത്തുള്ളൂ. ഇത് പിള്ളേരുടെയൊക്കെ ഉടുപ്പിൻ്റെ ഇടയിലൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇത് താഴെ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ കുത്തിത്താത്തുന്നു. പിന്നെ ഈ ഒരു ഗ്യാപ്പ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യുക. ഇനി ഇതിനെ ഡയമണ്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നു. ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കുന്നു, വലിക്കുന്നു. അപ്പോൾ അവിടെ ഡയമണ്ട് ഷേപ്പ്, അവിടെ നോട്ടും വന്നു, ഡയമണ്ട് ഷേപ്പും വരും. ഇതിങ്ങനെ നമുക്ക് തയ്ച്ച് ഫുൾ കഴുത്തിൻ്റെ ചുറ്റും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തയ്ക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഈ കർവ് ഈ സൈഡ് വരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഡയമണ്ട് ഷേപ്പ് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തത് നെക്സ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, അങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളിത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇട്ട് കാണിക്കാം അത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ചുരിദാറിൻ്റെ നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിലും തയ്ച്ചിട്ടുണ്ട് ഈ സെയിം സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ ഡയമണ്ട് ഷേപ്പിൻ്റെ ഇത് നമുക്ക് ലെങ്ത് കൂട്ടുകയും വൈഡ്നെസ് ആണെങ്കിലും എന്തോരമാണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാവുന്നതാണ്. നിങ്ങൾ കൂട്ടുവാണെങ്കിൽ ഒത്തിരി വലുതായി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉള്ളിൽ ഈ ഓരോ ഡയമണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് വെക്കാം, സീക്വൻസ് വെക്കാം, അങ്ങനെയുള്ള സ്റ്റോൺസ് എന്തെങ്കിലും വെച്ചോ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇപ്പം കഴുത്തിന് ചുറ്റും വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ 2-3 ലൈൻസ് ഇതുവരെ തയ്ച്ചിട്ട് ഇതുവരെ സ്റ്റോൺസോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചോ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ചുരിദാർ, പ്ലെയിൻ ചുരിദാറൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.